ഉമ്മ എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിപ്പിച്ചത്. പക്ഷെ ഉമ്മ ഇല്ലാതെ എങ്ങനെ ഇവിടെ ജീവിച്ചിരിക്കാൻ മാത്രം ഉമ്മ പഠിപ്പിച്ചത്. നമ്മുടെ ഉമ്മ ഉപ്പ നല്ല രീതിയിൽ നമ്മളോടൊപ്പം ജീവിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ സ്വർഗത്തിലുള്ള ഒരു സമയം, ഭൂമിയിലെ സ്വർഗത്തിലുള്ള സമയം. പഠിച്ചത് എന്താക്കട്ടെ, നമ്മുടെ ഉമ്മപ്പാർക്ക് ദീർഘായുസ് നിത്യാനൊക്കെ പ്രദാനം ചെയ്യട്ടെ. പിന്നെ അതുപോലെ മരണപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളാവും കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. പറയാൻ കാരണം തിരൂർക്കാട് വർക്ക് ചെയ്യുന്നൊരു സമയത്ത് ഇപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ മൈൻഡിന്റെ സമയത്ത് കോളേജിൽ വരുമ്പോൾ കുട്ടികളൊക്കെ അടിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പുതിയ കുട്ടി ക്ലാസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഞാൻ ഇങ്ങനെ മൈരി നിസ്കരിക്കാൻ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു പരിചയം ഇല്ലാത്തൊരു മുഖം ഉണ്ട്. എല്ലാവരും കുട്ടികളെ അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ അല്ലേ ഷെർലക് ഹോംസ് ഒക്കെ വാങ്ങി ഇങ്ങനെ എന്നോട് ചോദിച്ചു, അല്ല അങ്ങനെയാണോ പ്ലസ് വണ്ണിലേക്ക് വന്ന പുതിയ ആള്? അപ്പോ അല്ലേ ഹെർക്കിൾ പേരോട്ടൊക്കെ മാറി നേരെ തിരിച്ചിട്ട് പുസ്തകല്ലേ പ്ലസ് വണ്ണിന്റെ ക്ലാസ് പുസ്തകം അങ്ങനെ പറയപ്പെടുന്നു. അപ്പോ എന്നിട്ട് പറഞ്ഞു നേരെ വേറെ ഒന്നുമില്ല, ഇൻട്രൊഡക്ഷൻ ഇല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ സ്റ്റാഫ് റൂമിൽ ഉണ്ടാവും അല്ലെ റൂമിൽ ഉണ്ടാവും കാരണം നിസ്കാരം കഴിഞ്ഞ് പോരുകയാണ്. അങ്ങനെ കുറച്ച് ഞാൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഇപ്പം വന്നു, ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ലാണ്ട് നേരെ വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എനിക്ക് അറബി വായിക്കാൻ അറിയില്ല, എനിക്ക് ലെറ്റേഴ്സ് ഒന്നും അറിയില്ല. പക്ഷെ ടീച്ചർ നമ്മളില്ലേ ഒന്നൊരു ഒരു ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണല്ലോ. എന്നോട് ആരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, നമുക്കൊക്കെ അറിയാലോ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു പുസ്തകം എടുത്ത് എന്നിട്ട് ഇങ്ങനെ അവനോട് വായിക്കാൻ പറഞ്ഞു. അതിന്റെ ചട്ടമത്തെ ആ പേർക്ക് ഇങ്ങനെ വായിപ്പിച്ചു. എന്തായാലും അലിഫും ഭാഗമൊക്കെ എല്ലാവർക്കും കിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി ആളൊരു ബിലോ ആവറേജ് ആണ് എന്ന് മനസ്സിലായി. അത് പറഞ്ഞു എന്റെ നമുക്ക് ഉഷാറാക്കാൻ നമ്മളിപ്പോ അങ്ങനെ ഇനി ഇത്രക്കാർക്ക് കിട്ടുന്നുണ്ടല്ലോ, ബാക്കി നമ്മൾ സെറ്റ് ആക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ കാരണം അറിയണല്ലോ. അപ്പൊ ഞാൻ മെല്ലെ ചോദിച്ചാൽ എന്തേ പറ്റിയത്, ബാക്കിയുള്ളവരുമാതിരി പ്ലസ് വണ്ണിലാണല്ലോ എന്തൊക്കെ പറ്റിയത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു എന്റെ ഉമ്മ അസുഖമായിരുന്നു, അപ്പൊ ഉമ്മനെ നോക്കാൻ നിന്നതായിരുന്നു പറഞ്ഞു. ഇത് നേരെ പറഞ്ഞു നമുക്ക് ഭ്രാന്തായി കിട്ടോ പറഞ്ഞു. ഇത് കേട്ടപ്പോ തന്നെ എന്റെ എന്താ പറയാ കയ്യിൽ നിന്ന് പോയി. അതിലിങ്ങനെ അല്ലേ അഭിനയിച്ചോണ്ട് ഞാൻ ചോദിച്ചേ എന്താ കഥ ഇപ്പൊ. എനിക്ക് ബാക്കിയുള്ളതൊക്കെ അറിയാം, എനിക്ക് എന്താ പറയാ കുക്കിംഗ് അറിയാം, വാഷ് ചെയ്യാനറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. എന്നിട്ട് പിന്നെ ചോദിച്ചാ കുഴപ്പമില്ല അമ്മ ശരിയാക്കാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചോദിച്ചാൽ എന്താ ഇപ്പൊ എന്താ അവസ്ഥ? പിന്നെ അപ്പൊ ലേപ്പക ശരിയൊക്കെ പോയിക്കണോന്നെ ഉമ്മ മരിച്ചിട്ട് പറഞ്ഞു. ഇതും കൂടി കേട്ടപ്പോ നീ പിന്നെ അഭിനയിക്കാൻ കഴിയില്ല. എന്താ പറയാ